നമ്മുടെ നാട്ടിന് ഏറ്റവും കൂടുതൽ ആപത്ത് വരുത്തത്തക്ക രീതിയിൽ മദ്യവ്യാപനത്തിനുള്ള അവസരമാണ് ഇവിടെ UDF സർക്കാർ ഒരുക്കുന്നത്. ഇത്തരമൊരു മദ്യ ഒഴുക്കിനുള്ള സാഹചര്യം ഒരു സർക്കാരും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. ആരത് പറയണേ? നമ്മളെ പിണറായി സഖാവ് മൂപ്പരെങ്ങനെ 2016 അധികാരത്തിൽ വന്ന്? എങ്ങനെ അധികാരത്തിൽ വന്ന്? മദ്യ വിമുക്ത കേരളം. ആരേന് പരസ്യക്കാർ? KPSC ലളിത ഇന്നസെൻറ്റ് അല്ലേ? എന്തേനും ഒരു പരസ്യം കൊടുത്തിന്? കേരളത്തെ മദ്യ വിമുക്തമാക്കാൻ LDF മുന്നണി പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക, LDFന് വോട്ട് ചെയ്യുക. KPSC ലളിതയും ഇന്നസെൻറ്റും ഈ പരസ്യം കൊടുക്കുമ്പം കേരളത്തിലുള്ളത് 29 വാറാണ് അല്ലേ? എന്നിട്ട് ഈ പിണറായി തമ്പുരാന് ആ ഉള്ളതും കൂടി നിർത്താൻ വേണ്ടി വന്ന ഉള്ളതും കൂടി പൂട്ടി കേരളത്തെ മദ്യ വിമുക്തമാക്കാൻ വന്ന ഇപ്പം എത്ര ബാറ്? 900 ജില്ലാനം ബാറാണ്. അയിമ നിൽക്കുമോ? നീ ഇതൊന്ന് കേട്ടു നോക്കിയാൽ നിങ്ങൾ. ഇളം കള്ള് വേണ്ട രീതിയിൽ കൊടുത്താൽ പോഷക സമൃദ്ധമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. കള്ള് നമ്മുടെ നാടിന്റെ സ്വന്തം മദ്യമാണ്. അതിന്റെ സാധ്യതകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആലോചിക്കണം. വികസനത്തിന്റെ സ്വാദ് എല്ലാവരിലും എത്തണമെന്നും അതാണ് ഹാപ്പിനെസ് എന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. ഇളം കള്ള് നല്ല രീതിയിൽ കൊടുത്താൽ അത് ഏറ്റവും പോഷക സമൃദ്ധമായി ഒന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ മറ്റു ചില ന്യായങ്ങൾ പറഞ്ഞു. ആ ന്യായങ്ങളൊക്കെ പിന്നെ ആലോചിക്കേണ്ടതാണ്. നയത്തിൽ അതെല്ലാം പറയേണ്ട കാര്യമില്ല. നയം നടപ്പാക്കുമ്പോൾ അതിലെന്തെല്ലാം കരുതലുകൾ വേണം, എന്തെല്ലാം നടപടികൾ വേണമെന്ന് ആലോചിക്കണം. അപ്പം നമ്മുടെ നാടിൻ്റെ മാറ്റത്തിന് ഉതകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓരോ നാടിനും ആ നാടിൻ്റേതായ സ്വന്തം ചില മദ്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മുടെ ഇവിടുത്തെ കള്ള്. കേട്ടില്ലേ? ഒരു മുഖ്യമന്ത്രി പരസ്യമായിട്ട് TV ചാനലിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുക. എന്താ പറയുന്നത്? ഇളം കള്ള് ചെത്തിയ ഉടനെ തന്നെ കുടിച്ചാൽ അത് ശരീരത്തിന് ഗുണം ചെയ്യുമല്ലോ. മരുന്ന് കുടിച്ചോളി, ഡോക്ടറെ കാണിച്ചോളി, ഇന്നേയും ഗുളിക വാങ്ങി കുടിച്ചോളി, വെയിലുള്ളണ്ട മഴ ഉള്ളണ്ട, മഴ പെയ്യുമ്പോൾ വീട്ടിൽ കാത്തോളി എന്നല്ല പറയുന്നത്. ഇളങ്കള്ള് കുടിച്ചോളി എന്നാണ് മൂപ്പര് പറയുന്നത്. ഇളങ്കള്ള് കുടിച്ചോളി എന്ന് കേരളത്തിലെ ജനങ്ങളോട്. അതുമല്ല, ഈ ഇളങ്കള്ള് ടൂറിസ്റ്റ് മേഖലയിലൊക്കെ എത്തിച്ചു കൊടുക്കുക, ചെത്തിയ ഉടനെ എത്തിച്ചു കൊടുക്കുക മൂപ്പര പദ്ധതിയാണ്. കാരണം ടൂറിസ്റ്റ് മേഖലയിലൊക്കെ വരുന്ന ടൂറിസ്റ്റുകാർ ചിലപ്പോൾ തലമിന്നൊക്കെ വീണാലോ വെയിലൊക്കെ കൊണ്ടുകൊണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ ഇളങ്കള്ള് അവിടെ എത്തിച്ചു കൊടുക്കുക മൂപ്പര പണി. ഇതൊരു മുഖ്യമന്ത്രിൻ്റെ പണിയാണ്. പരസ്യമായിട്ട് ന്യായീകരിച്ച മൂപ്പര് ഓരോന്ന് മൂപ്പര് കൊണ്ടുവരും. എന്നിട്ട് അതിന് പരസ്യമായിട്ട് ന്യായീകരണം ഉണ്ടാവും. ഇപ്പം നമ്മളെ 900 ജില്ലാനം ബാറാണ് സംസ്ഥാനത്ത്. അന്ന് മൂപ്പര് മാധ്യമങ്ങൾ മൂപ്പരോട് ചോദിച്ചു, ഇത് നിങ്ങൾ പറഞ്ഞതിന് വിരുദ്ധല്ലേ? അപ്പോൾ മൂപ്പര് പറഞ്ഞെന്താ, സാമ്പത്തികമായിട്ട് സംസ്ഥാനം തകർന്നടിച്ചിരിക്കുക. അപ്പോൾ സംസ്ഥാനത്തിനെ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ അത് കിട്ടാനുള്ള മാർഗം സ്വീകരിക്കണം. ഇവിടെ വേറെ വ്യവസായങ്ങളൊന്നുമില്ലല്ലോ. ആരാ പറയണേ? മൂപ്പര് തന്നെ. വ്യവസായം ഇങ്ങനെ ഇല്ലാത്ത കാരണം മൂപ്പര പണ്ടാറടക്കാൻ ചോന്ന കൂടിയാണ് ഈ രാജ്യത്ത് വ്യവസായം വരാത്ത അല്ലേ? അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? വ്യവസായങ്ങളും സ്ഥാപനങ്ങളും പിന്നെ സംരംഭകരൊന്നും കേരളത്തിലേക്ക് വരാത്തതിൻ്റെ കാരണം എന്താ? ഈ പണ്ടാറടക്കണ കൂടി. ഈ കൂടി ഉള്ളിടത്തോളം കാലം ഈ രാജ്യം രക്ഷപ്പെടില്ല. ഒരു സംരംഭകരും ഒരു സ്ഥാപനങ്ങളും ഒരു ഫാക്ടറികളും ഒരു തൊഴിൽശാലകളും കേരളത്തിൽ വരില്ല. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ പണം കണ്ടെത്താനാണ് മൂപ്പര് കള്ള് വിറ്റത്. എങ്ങനെയൊക്കെയാണ് കള്ള് വിറ്റ്? ബാറിൻ്റെ സമയം കൂട്ടി കൊണ്ടുവന്നുകാണ്ട് അവസാനം ബാർ പൂട്ടണ്ടാത്ത സമയമായി. കാരണം പൂട്ടിയ ഉടനെ തുറക്കാനായി. ബാറുകളൊക്കെ പൂട്ടിയ ഉടനെ തന്നെ തുറക്കാനായി. സമയം കൂട്ടി കൊണ്ടുവന്ന് മാക്സിമം ഒന്ന് വിറ്റ് പോയി ആ മുക്കാലിട്ട് കിട്ടണ്ടേ? ആ പണം ഇട്ട് കിട്ടണ്ടേ? പിന്നെ എന്തൊക്കെ സംഭവിച്ച്? പിന്നെ പാടത്തും പറമ്പത്തൊക്കെ സീറ്റ് കളിച്ചെടുക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ ഓർക്ക് ഇതൊന്ന് അടിക്കണം തോന്നിയാൽ കളി നിർത്തി പോരാൻ പറ്റില്ലല്ലോ. അതിന് സാധനം അവിടെ എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഓൺലൈനിൽ സാധനം വണ്ടികൾക്ക് അവിടെ എത്തും. ചെക്കന്മാരൊക്കെ പാറപ്പുറത്തൊക്കെ കൂടിയിരിക്കുമല്ലോ ചർച്ച ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു കമ്പനിക്ക് സാധനമാണെങ്കിൽ ഓരോ അവിടുത്തെ ബുദ്ധിമുട്ടായി പോരൊന്നും വേണ്ട, സാധനം അവിടെ എത്തും. ആരാ നിയമം കൊണ്ടെന്ന്? മൂപ്പര്. ടൂറിസ്റ്റ് മേഖലയിൽ അധിക സമയം രാത്രി 12 മണി 1 മണി 2 മണി വരെയൊക്കെ മദ്യം വിൽക്കാനുള്ള അനുമതി. എല്ലാ ഭാഗത്തും 10 ആൾ കൂടുന്നിടത്തൊക്കെ ബാറുകൾ തുറക്കാനും മദ്യം എത്തിച്ചു കൊടുക്കാൻ തീരുമാനമായി. വീട്ടിൽ സുഖമില്ലാതെ ആരെയും കിടക്കുന്നുണ്ടെങ്കിൽ ഓന് മദ്യം ആണെങ്കിൽ വീട്ടിൽ എത്തും.
ഒന്നും കൂടി ഇയാൾ കൊണ്ടുവരേണ്ടി ഉള്ളേനി. ആസ്പത്രി കിടക്കുന്ന രോഗിക്ക് വേദന സഹിക്കാൻ വയ്യെങ്കിൽ മദ്യം അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം അതും കൂടി ഇനി ഇയാൾ ചെയ്യാനുള്ളേനി. അത് ചെയ്യുന്നതിന് മുമ്പ് മൂപ്പരിറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ ഇപ്പോൾ അതും കൂടി ചെയ്യും. ഹോസ്പിറ്റലുകളിലുള്ള രോഗികൾക്ക് വരെ മദ്യം എത്തിച്ചു കൊടുക്കുന്ന നിയമം ഇയാൾ കൊണ്ടുവരും. എല്ലായിടത്തും മദ്യത്തി ഓൺലൈൻ വഴി സൗകര്യത്തിനും എല്ലാ നിലക്കും ടൂറിസ്റ്റ് മേഖലയിലൊക്കെ എപ്പമാണെങ്കിലും കിട്ടുന്ന ഒരു വസ്തുവായിട്ട് മദ്യം മാറി. ഈ ശ്രദ്ധ കേരളത്തിലെ ജനങ്ങളോട് ഇയാൾക്കുണ്ടായിരുന്നെങ്കിൽ ജനങ്ങൾ ഇയാൾക്ക് വോട്ട് ചെയ്യുവേനി. ഇയാൾ അധികാരത്തിൽ നിന്ന് പറഞ്ഞേക്കൂലേനി. ഇയാളെ ദുൽമോണ്ടാണ് ജനങ്ങൾ ഇയാൾക്കെതിരെ വോട്ട് ചെയ്ത് അറിയങ്ങൾ. എന്നിട്ടിപ്പോൾ ഇയാൾ എന്താ ഇവിടെ വന്ന് പറയണത്? മദ്യത്തിന് വില കുറച്ചതൊക്കെയുമായി ബന്ധപ്പെട്ട് ഭയങ്കര വിവാദവും വലിയ ആപത്താണ് വരാൻ പോകുന്നത്. വലിയ ആപത്തുണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ. അത് ജനങ്ങൾ കഴിഞ്ഞ മെയ് 4-ാം തീയതി പുറത്താക്കി. ഏറ്റവും വലിയ ആപത്ത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഓരോരുത്തരെ പ്രാക്കങ്ങളുണ്ടല്ലോ, ഓരോരുത്തർ ചാവുമല്ലോ, അങ്ങനെ ചാവുകടാ, ഇങ്ങനെ ചാവുകടാ, ഇടിമിന്നലേറ്റ് ചാവുകടാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരുത്തരെ പ്രാക്കങ്ങളുണ്ടാവില്ല. അപ്പോൾ പ്രാക്കം തട്ടുന്നൊക്കെ പറയും പ്രായമായ ആളുകൾ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം എത്രയോ കോടിക്കണക്കായ ജനങ്ങൾ ഇയാളെ പ്രാഗിയിട്ടുണ്ട് ഇല്ലേ. ഒരു പൊത്ത പിലാപ്പിലെന്നെങ്കിൽ ഇയാളെ തലയ്ക്ക് വീണണോ? ഇടിമിന്നലും ആകാശം ഇടിഞ്ഞ് ഉയരം കിടക്കട്ടെ. ഒരു പഴുത്ത പിലാപ്പില ഇയാളെ തലയ്ക്ക് വീണണോ? ഇല്ല. എത്ര ആൾ ഇയാളെ പിരായിന്? നരേന്ദ്രമോദിന് എത്ര കോടിക്കണക്കായ ആളുകൾ പ്രായിന്? ഒരു പിലാപ്പില വീണ തലയ്ക്ക് ഇല്ല. അപ്പോൾ പ്രാക്കൊന്നുമില്ല, ആക്കെ വെറുതെയാണ്. അപ്പോൾ ഇയാളിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ അറിയോ? ഇപ്പം ഈ കേരളത്തിൻ്റെ സാമ്പത്തിക കമ്മി നികത്തി കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് വി ഡി സതീശൻ. ജനങ്ങളെ കൊള്ളയടിച്ചു കാട്ടല്ല, ഒറ്റ മാസം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. 5 കൊല്ലം കൊണ്ട് ചെയ്യേണ്ടി 1 മാസം കൊണ്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇതൊക്കെ നിരത്തി ക്ലിയറാക്കി വരിക. അപ്പം ഇയാൾ ഈ മദ്യം കേരളത്തിൽ സ്കൂളും കോളേജൊക്കെ തുറക്കണ മാതിരിയാണ് തുറന്നത്. സ്കൂളും കോളേജൊന്നും ഒന്നുമല്ല, അതിനൊരു ലിമിറ്റ് ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്തേക്കാണ്. അപ്പോൾ ഈ മദ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഇയാൾ ചെയ്തു കൊടുത്ത്, എല്ലാ നിലക്കും ചെയ്തു കൊടുത്ത്, എല്ലാവരുടെ കയ്യിലും മദ്യം എത്തിയിട്ട് അധ്വാനിക്കുന്ന പണം മുഴുവൻ ഖജനാവിലേക്ക് എത്താനുള്ള ശ്രമം മുഴുവൻ ഇയാൾ നടത്തി. എന്നിട്ട് അയാളപ്പം മദ്യത്തിനെതിരെ വി ഡി സതീശൻ്റെ മദ്യ നിയമത്തിനെതിരേക്ക് വരുന്നത്. ഇവിടെ ഈ സംസ്ഥാനത്ത് മദ്യം തന്നെ നിരോധിക്കണം എന്ന് പറഞ്ഞ ആളാണ്. AK ആൻ്റണിൻ്റെ കാലത്ത് ചാരാ നിരോധനം ഉണ്ടായി. അന്ന് ഇവർ സമരം ചെയ്ത് എന്തിന്? തൊഴിലാളികൾക്ക് പണി പോയി അറിഞ്ഞുണ്ട് അല്ലേ? നമ്മളെല്ലാം കണ്ടല്ലേ? ഈ കേരള സംസ്ഥാനത്ത് മദ്യം തന്നെ നിരോധിക്കണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. എന്തുകൊണ്ടാണ്? ഈ രാജ്യത്ത് മദ്യം കുടിച്ച് അധ്വാനിക്കുന്നവൻ്റെ പണം സർക്കാർ കൊള്ളയടിക്കരുത്. പക്ഷേ ഇവിടെ ഈ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്ത് മദ്യനിരോധനം കൂടി കൊണ്ടുവന്നാൽ ഈ സംസ്ഥാനം പിന്നെ നരേന്ദ്രമോദി കടയിപ്പിച്ച് കൊടുക്കാൻ നന്നാവുക. ക്ഷേത്രം ഉണ്ടാക്കി പണം ഉണ്ടാക്കുക, അല്ലാതെ വേറെ ഒരു വരുമാനം ഈ രാജ്യത്തില്ലല്ലോ. നമുക്ക് ആലോചിച്ചറിയാലോ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടിയുണ്ട്. കുറേ കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മുസ്ലിം ലീഗിനറിയാലോ. അപ്പോൾ ഈ മദ്യത്തിൻ്റെ മുസ്ലിം ലീഗ് വേണ്ട പറഞ്ഞാൽ തർപ്പിച്ചാൽ വേണ്ട പറഞ്ഞാൽ അതുണ്ടാവില്ല. പക്ഷെ മുസ്ലിം ലീഗ് ചിന്തിക്കുന്നുണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ മറികടക്കുന്നു. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് അത് തർപ്പിച്ചാണ് പറയാത്തത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കണ്ടേ? അതിനെല്ലാവരും കുടിപ്പിക്കണം, കള്ളുടിപ്പിക്കണം എന്നല്ല. അപ്പോൾ ഇവിടെ ഇവരുണ്ടാക്കി വെച്ചത് ഒരു ലോട്ടറിയും ഒരു മദ്യമാണ്. വേറെ ഒന്നിനും ഇങ്ങോട്ട് വരാൻ ഒരു അമ്മയിക്കില്ല. കാരണം ഈ 2 സാധനം ഉണ്ടെങ്കിലേ ആ പാർട്ടിയിൽ അണികളുണ്ടാവുള്ളൂ, ആ പാർട്ടിൻ്റെ പണികൾ നിൽക്കുള്ളൂ. ഓൽക്കറിയാം. കമ്പനിയും ഫാക്ടറിയും തൊഴിൽശാലയൊക്കെ വന്നാൽ എല്ലാവരും ജോലിക്ക് പോവും. പിന്നെ പൊടി പിടിച്ചാൽ ആരും കിട്ടൂല, അതും ഓൽക്കറിയാം. അതുകൊണ്ട് അതൊന്നും ഇവിടെ വരില്ല, ഒരു വരുമാനം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ 3.5 ലക്ഷം കോടിയാണ് പിണറായി മാത്രം 10 കൊല്ലം കൊണ്ട് കടാക്കി പോയത്. അതൊക്കെ എങ്ങനെയെങ്കിലും എത്തണ്ടേ? കടങ്ങളൊക്കെ വീട്ടണ്ടേ? രാജ്യത്തെ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടേ വരണ്ടേ? അപ്പോൾ അതിന് പല നയങ്ങളും സ്വീകരിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മളെ പിണറായിക്ക് 10-11 ഉപദേശകരുണ്ടായിരുന്നു, ലക്ഷങ്ങളിൽ ശമ്പളം. ഓരോ ഉപദേശകരെയും ഓരോ വിഷയത്തിന് ഓരോ ഉപദേശകരെയും. വി ഡി സതീശന് അതിൻ്റെ ആവശ്യമില്ല. കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഭരണം നടത്താനും തീരുമാനം എടുക്കാനൊക്കെ വി ഡി സതീശന് അറിയാം. വി ഡി സതീശൻ അങ്ങനെ മുന്നോട്ട് പോയിക്കോളും. അപ്പോൾ വി ഡി സതീശന് നിയമവും വകുപ്പും റൂളും പറഞ്ഞു കൊടുക്കാൻ കമ്മികളാരും മുന്നോട്ടേക്ക് വരണ്ട. 11 ഉപദേശകരെ വെച്ചുകാണ്ട് മുന്നോട്ട് പോയ പിണറായി സഖാവിൻ്റെ ഉപദേശം വി ഡി സതീശന് വേണ്ട. സംവാദം നടത്താൻ വെല്ലുവിളിച്ചപ്പം അന്ന് മുങ്ങിക്കാണ്ട് ഫേസ്ബുക്കിലൂടെ സംവാദം നടത്താറിഞ്ഞ ആളാങ്ങൾ. ഇപ്പം നിങ്ങൾ
ആലപ്പുഴയിലെ ജി സുധാകരൻ പറഞ്ഞ മാതിരി നനഞ്ഞ കോഴിയായിട്ട് നിങ്ങൾ നിയമസഭയിൽ കുത്തിരിക്കുക. നിങ്ങൾക്കൊന്നും മുണ്ടാൻ വയ്യ. നിങ്ങളെ കൂടെ ഉള്ളവർ തന്നെ ആക്കൽ തുടങ്ങിയത്. ഒരു വിധം കഴിയുമെങ്കിൽ നിങ്ങളിപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ച് പോകാൻ വേണ്ടിയിട്ട്